ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ്. ഹരിദ്വാറിൽ ഗംഗാ നദി കരകവിഞ്ഞൊഴുകുകയാണ്. ഗംഗയുടെ കൈവഴിയായ സുഖി നദിയിലേക്ക് ഇരച്ചെത്തിയ ജലപ്രവാഹം തീരത്തെ ആകെ മുക്കി. നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. ഗംഗയിൽ ഇറങ്ങുന്നതിന് അധികൃതർ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത 3 ദിവസം കൂടി ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഗംഗാനദിയിൽ പൊടുന്നനെ ജലനിരപ്പ് ഉയർന്നത്. നദീതീരത്തെ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. പ്രധാന റോഡുകൾ മുങ്ങി. ഗംഗയുടെ കൈവഴിയായ സുഖി നദിയിലേക്ക് വെള്ളം ഇരച്ചെത്തിയതോടെ നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. ഒഴുക്കു കുറഞ്ഞ സുഖി നദിയുടെ തീരത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളാണ് പെട്ടെന്നുണ്ടായ കുത്തൊഴുക്കിൽപ്പെട്ടത്. ये तो गाड़ी काफ़ी इधर थी, एकदम बीच में नहीं थी. मुझे उम्मीद नहीं थी कि वहाँ से होगी, लेकिन फिर भी पानी मुझे लगता है बहुत ज़्यादा आया है. हम तो अभी देहरादून से आए थे ना यहाँ घाट के लिए, तो गाड़ी साइड में लगा रखी थी. तब तक अचानक बारिश आ गई, धूप आ गई. कम से कम 2-3 घंटे ऊपर होकर प्रशासन कोई आया नहीं अभी गाड़ी निकालने के लिए. കോട്ട്വാളി മേഖലയെയാണ് വെള്ളപ്പൊക്കം കൂടുതൽ ബാധിച്ചത്. ജലനിരപ്പ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തീർത്ഥാടകരുൾപ്പെടെ നദിയിലിറങ്ങരുതെന്ന് പോലീസ് നിർദ്ദേശം നൽകി. नहाते समय ध्यान रखिए, पानी का बहाव कभी भी तेज हो सकता है, इसलिए समय संयम बरतें और नहाने में जो है नदी के अंदर न घुसें. അടുത്ത മാസം 4 വരെ ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ന്യൂസ് ഡെസ്ക് 24.